36-കാരനായ രവീന്ദ്ര ജഡേജയെ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയപ്പോൾ നെറ്റി ചൊളിച്ചവരുണ്ട്. ടീമിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായ ജഡേജയെ ആദ്യ ടെസ്റ്റിൽ കളിപ്പിച്ചതിനെതിരെയും ആരാധകരിൽ ചിലർ രംഗത്ത് വന്നു. എന്നാൽ പരമ്പരയിൽ 4 ടെസ്റ്റ് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ലോവർ മിഡിൽ ഓർഡറിൽ തങ്ങൾക്കായി പോരാടാൻ രവീന്ദ്ര ജഡേജയുണ്ട് എന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടെ വിളിച്ചു പറയുകയാണ്. 4 അർദ്ധ സെഞ്ചുറികൾ, 1 സെഞ്ചുറി എന്നിവ സഹിതം 454 റൺസ് നേടിയ ജഡേജ നിലവിൽ റൺവേട്ടക്കാരിൽ 4-ാം സ്ഥാനത്താണ്. പരമ്പരയിൽ ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറികൾ നേടിയ താരവും ജഡേജയാണ്. ലോർഡ്സിലെ ഇന്ത്യയുടെ ഒറ്റയാൾ പോരാളിയായിരുന്നു ജഡേജയെങ്കിൽ മാഞ്ചസ്റ്ററിൽ അയാൾ സുന്ദറിനെ കൂട്ടുപിടിച്ച് പട നയിച്ചു. ലോർഡ്സിലെ പോരാട്ടം അടുത്തെത്തി നിൽക്കുന്ന ഒരു തോൽവി ഒഴിവാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അതിന് കഴിഞ്ഞില്ലെങ്കിലും ആരാധകർ നിറഞ്ഞ മനസ്സോടെ ജഡേജയ്ക്ക് കൈയടിച്ചു. മാഞ്ചസ്റ്ററിൽ ഇംഗ്ലണ്ടിൻ്റെ സമനില തെറ്റിക്കുക, മത്സരം സമനിലയിൽ എത്തിക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. ജഡേജയും സുന്ദറും ഒത്തുചേർന്നതോടെ ഇന്ത്യ ഈ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. നിർണായക ഘട്ടങ്ങളിൽ ജഡേജ ഇന്ത്യൻ ടീമിന് നൽകുന്ന സംഭാവനകൾക്ക് കൈയടിക്കുക തന്നെ വേണം. സെഞ്ചുറി അടിച്ച് തിളങ്ങിയ ജഡേജ ചില റെക്കോർഡുകളും മാഞ്ചസ്റ്റർ ടെസ്റ്റിനിടെ സ്വന്തമാക്കി. ഇംഗ്ലണ്ടിൽ 1000-ലധികം റൺസും 30-ലധികം വിക്കറ്റുകളും നേടുന്ന രണ്ടാമത്തെ എവേ താരമായി മാറിയാണ് ജഡേജ ചരിത്രം തിരുത്തിയത്. വിൻഡീസ് ഇതിഹാസ താരം ഗാർഫീൽഡ് സോബേഴ്സാണ് ഈ നേട്ടം മുമ്പ് കൈവരിച്ചിട്ടുള്ളത്. ഒരു വിദേശ രാജ്യത്ത് 1000 റൺസും 30 വിക്കറ്റുകളും നേടുന്ന 3ാമത്തെ താരമായും ജഡേജ മാറി. സോബേഴ്സും ജഡേജയും ഇംഗ്ലണ്ടിലാണ് ഈ നേട്ടം കൈവരിച്ചത്. എന്നാൽ ഓസ്ട്രേലിയയിൽ 1000 റൺസും 30-ലധികം വിക്കറ്റുകളും നേടിയ ഇംഗ്ലണ്ട് താരം വിൽഫ്രഡ് റോഡ്സാണ് ഇതേ നേട്ടം കൈവരിച്ചിട്ടുള്ള മറ്റൊരു താരം. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഈ പരമ്പരയിലെ 5ാമത്തെ 50+ സ്കോറാണ് ജഡേജ സ്വന്തമാക്കിയത്. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെ 5ഓ അതിൽ താഴെയോ പൊസിഷനുകളിൽ ബാറ്റ് ചെയ്ത് ഏറ്റവും അധികം 50+ സ്കോർ എന്ന നേട്ടത്തിൽ ഗാരി സോബേഴ്സിനൊപ്പം എത്താനും രവീന്ദ്ര ജഡേജയ്ക്ക് കഴിഞ്ഞു. ഇംഗ്ലണ്ടിൽ നടന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ 6ഓ അതിൽ താഴെയോ ഉള്ള പൊസിഷനിൽ ബാറ്റ് ചെയ്യാനെത്തി ജഡേജ നേടുന്ന 9ാമത്തെ 50+ സ്കോറാണ് മാഞ്ചസ്റ്ററിൽ പിറന്നത്. ഈ റെക്കോർഡിൻ്റെ കാര്യത്തിലും ജഡേജ ഗാരി സോബേഴ്സിനൊപ്പം എത്തി. ഇംഗ്ലണ്ടിൽ 6ഓ അതിൽ താഴെയോ പൊസിഷനിൽ ബാറ്റ് ചെയ്ത് 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ബാറ്ററായും രവീന്ദ്ര ജഡേജ മാറി. അതേസമയം ഒരു വിദേശ രാജ്യത്ത് ഈ പൊസിഷനുകളിൽ ബാറ്റ് ചെയ്ത് 1-ലധികം സെഞ്ചുറികൾ നേടുന്ന 3ാമത്തെ ഇന്ത്യൻ താരമായാണ് ജഡേജ മാറിയത്. നേരത്തെ യുവരാജ് സിംഗും രവിചന്ദ്ര അശ്വിനുമാണ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ. യുവരാജ് പാകിസ്ഥാനിൽ 2 സെഞ്ചുറികൾ നേടിയപ്പോൾ അശ്വിൻ്റെ സെഞ്ചുറികൾ പിറന്നത് വെസ്റ്റ് ഇൻഡീസിലാണ്. ചുരുക്കത്തിൽ തകർപ്പൻ നേട്ടങ്ങളാണ് രവീന്ദ്ര ജഡേജ 4ാം ടെസ്റ്റിനിടെ സ്വന്തമാക്കിയതെന്ന് പറയാം. ഇംഗ്ലണ്ടിനെതിരെ ഈ പരമ്പരയിൽ മികച്ച ശരാശരിയിലാണ് ജഡേജ ബാറ്റ് ചെയ്യുന്നത്. റൺവേട്ടയിൽ ആദ്യ 15 താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഏറ്റവും മികച്ച ശരാശരി ജഡേജയുടേതാണ്. 113.50 8 ഇന്നിങ്സുകളിൽ നിന്നുള്ള ജഡേജയുടെ ശരാശരി. റൺവേട്ടയിൽ ശുഭ്മാൻ ഗിൽ, KL രാഹുൽ, ഋഷഭ് പന്ത് എന്നിവർ മാത്രമാണ് ജഡേജയ്ക്ക് മുന്നിലുള്ളത്. ലീഡ്സിൽ വെച്ച് നടന്ന ആദ്യ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ 11 റൺസും 2ാം ഇന്നിങ്സിൽ 25 റൺസുമാണ് ജഡേജ നേടിയത്. ബെർമിംഗ്ഹാമിൽ ഇന്ത്യ വിജയിച്ച മത്സരത്തിലെ ആദ്യ ഇന്നിങ്സിൽ 89 റൺസും 2ാം ഇന്നിങ്സിൽ 69 റൺസും നേടി ജഡേജ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ലോർഡ്സിൽ ആദ്യ ഇന്നിങ്സിൽ 72 റൺസും 2ാം ഇന്നിങ്സിൽ 61 റൺസുമാണ് ജഡേജ നേടിയത്. മാഞ്ചസ്റ്ററിൽ ആദ്യ ഇന്നിങ്സിൽ 20 റൺസ് എടുത്ത് പുറത്തായെങ്കിലും 2ാം ഇന്നിങ്സിൽ 107 റൺസ് നേടി ജഡേജ പുറത്താകാതെ നിന്നു. ഈ മത്സരത്തിൽ മാത്രമല്ല, മുമ്പ് നടന്ന 3 മത്സരങ്ങളിലും 2ാം ഇന്നിങ്സിൽ ജഡേജ നോട്ടൌട്ട് ആയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.